ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോളിഫ്ലവർ 65 ആണ്. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മസാലയൊന്നും പിരിഞ്ഞു പോകാത്ത രീതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ 65 നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ മുഴുവനായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈസിലാണ് കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ചെറുതായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് വലിയ സൈസിലും ആവാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ കോളിഫ്ലവർ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 5 മിനിറ്റോളം ഈ തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം പൂർണ്ണമായിട്ടും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു കളർ കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വേവിച്ച സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ എല്ലാ വെള്ളവും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതിലേക്ക് മൈദയും അതുപോലെ തന്നെ കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. മാവ് കലക്കി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ട് വരത്തക്ക രീതിയിൽ വേണമെന്ന് കലക്കി എടുക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണമെന്ന് കലക്കി എടുക്കാനായിട്ട്. നമ്മൾ സ്പൂൺ ഇതുപോലെ ഒന്ന് മുക്കി എടുക്കുമ്പോഴത്തേക്ക് സ്പൂണിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കണം. ആ ഒരു രീതിക്ക് വേണമെന്ന് കലക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാവ് വീണ്ടും കുറച്ചുകൂടി ഒന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് മാറ്റിയിട്ട് വേണം ഈ ഒരു മാവിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഉടനെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കോളിഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബാച്ച് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവർ ഈസി ആയിട്ട് തന്നെ വെന്ത് കിട്ടും. കോളിഫ്ലവർ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പതഞ്ഞ് വരും. ആ ഒരു പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഈ ഒരു കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കോളിഫ്ലവർ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ കോളിഫ്ലവറും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ 65 തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ. താങ്ക് യു, ബൈ.